കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം 50-ാം വാർഷികം കൊണ്ടാടി. അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിലാണ് കേരളത്തിൽ കോൺഗ്രസിന് സ്വന്തമായിട്ടൊരു മുഖപത്രം ഇല്ല എന്ന തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ടായി. അതുവരെ നമുക്ക് മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട് എന്നൊക്കെയുള്ള സമാധാനത്തിലായിരുന്നു കോൺഗ്രസ്സുകാർ കഴിഞ്ഞുകൂടിയത്. പക്ഷെ അത് പോരാ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദേശാഭിമാനിയുള്ള പോലെ, CPIക്ക് ജനയുഗമുള്ള പോലെ പാർട്ടി മുഖപത്രം എന്ന് പറയാവുന്ന ഒരു പത്രം ആവശ്യമാണ് എന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നി. ആദർശധീരനായ ശ്രീ AK ആന്റണി ആയിരുന്നു അന്ന് KPCC പ്രസിഡന്റ്. അദ്ദേഹമാണ് ഈ വലിയൊരു ആദർശശാലി മാത്രമേ വലിയ ഉത്സാഹിയുമാണ്. അദ്ദേഹത്തോടൊപ്പം ഈ യേശുമിശിഹായുടെ കൂടെ പത്രോസ്ലീഹ എന്ന് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി ഉണ്ട്, മറ്റേ യൂത്ത് നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MM ഹസൻ, KC ജോസഫ്, ഇവരൊക്കെ അന്ന് ചെറുപ്പക്കാരാണ്. ഈ യുവ തുർക്കികളെല്ലാം കൂടിയിട്ട് പാർട്ടിക്ക് മുഖപത്രം തുടങ്ങാൻ ആലോചിച്ചു. അങ്ങനെ എറണാകുളം കേന്ദ്രമായിട്ട് വീക്ഷണം അച്ചടി ആരംഭിച്ചു. അതിൻ്റെ 50-ാം വാർഷികമാണ് ഇപ്പോൾ ശ്രീ AK ആന്റണി തന്നെ മുൻകൈ എടുത്ത് തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിച്ചത്. പത്രം എറണാകുളത്താണ്. എറണാകുളത്തും എന്തെങ്കിലുമൊക്കെ ആഘോഷം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ എന്തോ കാരണവശാൽ ശ്രീ K കരുണാകരൻ, അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ്, ഈ പത്രത്തോട് അത്ര വലിയ ആനുകൂല്യം ഉണ്ടായിരുന്നില്ല. ആന്റണി ഗ്രൂപ്പുകാരുടെ ഒരു സംരംഭമായിരിക്കും എന്ന് തോന്നിയോണ്ടായിരിക്കും അദ്ദേഹം ഇതിനോട് താല്പര്യം പ്രകടിപ്പിക്കാഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. K കരുണാകരനെതിരായിട്ട് രാജൻ കേസിലെ വിധി വന്നപ്പോൾ, സത്യം പറഞ്ഞാൽ രാജൻ കേസ് വിധിയിൽ കരുണാകരനെ കുറിച്ച് ഒരു പരാമർശമേ ഉണ്ടായിരുന്നു. സത്യം തുറന്നു പറയുന്നതിനല്ല, സത്യം മൂടി വെക്കുന്നതിനുള്ള ശ്രമമാണ് ഇദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിലുള്ളത് എന്ന് ശ്രീ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പൂറ്റി എഴുതിയ ജഡ്ജിമെന്റിൽ ഒരു വാചകമുണ്ട്. അതിൽ പിടിച്ചിട്ടാണ് കരുണാകരന്റെ രാജി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും കൂടി പിടിച്ചു വാങ്ങിച്ചത്. കരുണാകരൻ രാജിവെക്കണം എന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് ദേശാഭിമാനിയല്ല, നേരെ മറിച്ച് വീക്ഷണമായിരുന്നു. അങ്ങനെ കരുണാകരൻ രാജിവെക്കേണ്ടതായിട്ട് തോന്നുന്നു. വീക്ഷണത്തിന്റെ തലതൊട്ടപ്പനായ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി. കോൺഗ്രസ് പിളർന്നപ്പോൾ, 1978 കോൺഗ്രസ് പിളർന്നപ്പോൾ വീക്ഷണം ആന്റണി ഗ്രൂപ്പിന്റെ കൂടെ. പിന്നീട് കോൺഗ്രസ് പുനർയോജിച്ചപ്പോൾ വീണ്ടും പാർട്ടിയുടെ മുഖപത്രമായിട്ട് മാറി. അപ്പൊ ഇങ്ങനെ വലിയ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉള്ള ഒരു പത്രമാണ് വീക്ഷണം. അത് ഇടക്കാലത്ത് പൂട്ടിപ്പോയി. ഇത് തീരെയും വായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വീക്ഷണം പത്രം വളരെ പാടുപെട്ട് വേണം വായിക്കാനായിട്ട് അന്നത്തെ കാലത്ത്. കാരണം ഇതിൽ പകുതി അക്ഷരങ്ങൾ തെളിയുകയില്ല. ഇതിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയണമെങ്കിൽ മിക്കവാറും നമ്മൾ പത്രാധിപരെ നേരിട്ട് കണ്ട് ചോദിക്കണം, അല്ലെങ്കിൽ പത്രത്തിന്റെ ആഫീസിൽ പോയി അവിടുത്തെ സബ് എഡിറ്റർമാരെയോ ന്യൂസ് എഡിറ്ററോ വല്ലവരും കണ്ട് ചോദിക്കണം. ഇതേക്കുറിച്ച് വളരെ രസകരമായ ഒരു കഥയുണ്ട്. വെറും കഥയല്ല, സത്യമാകാനേ തരമുള്ളൂ. ഒരു ദിവസം ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അന്നത്തെ പത്രാധിപനായിരുന്ന CP ശ്രീധരൻ ഒരു മുഖപ്രസംഗം വീക്ഷണത്തിൽ എഴുതി. അച്ചടിച്ച് വന്ന് വീക്ഷണത്തിലായതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല. കാരണം ഒരക്ഷരം പോലും തെളിഞ്ഞിട്ടില്ല. ഒരക്ഷരവും തെളിഞ്ഞാത്ത പത്രം പിടിച്ച് ഇത് ആർക്കും വായിക്കാൻ പറ്റുകയില്ല എന്ന ധൈര്യത്തിൽ കൂടി ആയിരിക്കും ചിലപ്പോൾ ശ്രീധരൻ ഇങ്ങനെ എഴുതിയത്. ഈ മുഖപ്രസംഗം ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് മാതൃഭൂമിയുടെ റിപ്പോർട്ടറായിരുന്ന ശ്രീ G ഷഹീദ് വീക്ഷണത്തിൽ പോയല്ല, CP ശ്രീധരന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ കൈപ്പടയിൽ എഴുതിയ മുഖപ്രസംഗം വാങ്ങിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം മാതൃഭൂമിയിൽ പുനഃപ്രസിദ്ധീകരിച്ചു. K കരുണാകരനെതിരെ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. മാതൃഭൂമി വായിച്ചിട്ടാണ് കരുണാകരൻ ബാക്കി ആളുകളെല്ലാവരും ഇങ്ങനൊരു മുഖപ്രസംഗം തലേ ദിവസം വീക്ഷണത്തിൽ വന്നതായിട്ട് അറിഞ്ഞത്. അതിന്റെ ഫലമായിട്ട് കരുണാകരൻ ഗോപിക്ക് CP ശ്രീധരൻ പത്രാധിപത്യം രാജിവെച്ച് പോകേണ്ടി ചെയ്തു എന്നുള്ളൊരു ചരിത്രം. അത് പിന്നെ അധികം വൈകാതെ ഇത് വലിയ കടബാധ്യതയിലായി. സ്ഥാപനം പൂട്ടിപ്പോയ വീക്ഷണം പിന്നെ ഒരുപാട് കാലം പൂട്ടിക്കിടന്നു. ആ സമയത്തുണ്ട് ഒരു തമാശ ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. ഈ വീക്ഷണം പിന്നെ പുനരാരംഭിച്ചത്, അതിൻ്റെ കടം ഒരുപാടുണ്ടായിരുന്നു. ബാങ്കിലെ കടമൊക്കെ വീട്ടി ഇത് പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്രീ K മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ്. K മുരളീധരനാണ് കടം മുഴുവൻ വീട്ടിയത്. ഇന്ദിരാഭവൻ പണിയിച്ചത് മുരളീധരന്റെ കാലത്താണ്. പക്ഷേ കഷ്ടകാലത്തിന് K മുരളീധരൻ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷമാണ് വീക്ഷണത്തിന്റെ അച്ചടി പുനരാരംഭിച്ചത്. ആ വീക്ഷണമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ദിരാഭവൻ പണിയിച്ചതും മുരളീധരന്റെ സമയത്താണെന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ഘാടനം നടന്ന സമയത്തേക്ക് K മുരളീധരൻ പാർട്ടിയിൽ നിന്ന് പോയി. അങ്ങനെ K മുരളീധരൻ ഒരു ഇരട്ട നിർഭാഗ്യവാനാണ്. അദ്ദേഹമായിട്ട് പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ച വീക്ഷണവും
അദ്ദേഹമായിട്ട് പണിയിച്ച ഇന്ദിരാഭവൻ രണ്ടും പ്രസിദ്ധീകരണം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതെന്തുവാകട്ടെ, ഈ വീക്ഷണം പൂട്ടിക്കിടന്ന കാലത്തുണ്ടായ ഒരു തമാശയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വീക്ഷണം പത്രത്തിന്റെ ESI കോൺട്രിബ്യൂഷൻ നടത്തിയിരുന്നില്ല ഒരുപാട് കാലമായിട്ട്. ESIയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ തൊഴിലാളികളുടെ തൊഴിലുടമയുടെയും മാസം സമാഹരിച്ച് ESIയിൽ കൊണ്ടുപോയി അടക്കണം എന്നുള്ളതാണ്. അപ്പോൾ E.K. നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 1980-81 കാലത്ത്, അന്ന് ആന്റണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലാണ്, തൊഴിൽ വകുപ്പും അവരാണ് ഭരിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആര്യാട മുഹമ്മദ്. ഇവര് ഈ ESIയിൽ നിന്ന് വീക്ഷണത്തിന് എക്സംഷൻ കൊടുത്തു. സർക്കാരിന് അങ്ങനെ ഏതെങ്കിലും തൊഴിൽ സ്ഥാപനത്തെ ഒഴിവാക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ട്. ആ അധികാരം ഉപയോഗിച്ച് വീക്ഷണത്തിന് ESIയിൽ നിന്ന് എക്സംഷൻ കൊടുത്തു. അങ്ങനെ വീക്ഷണക്കാര് കോൺട്രിബ്യൂഷൻ നടത്തില്ല, അടക്കേണ്ട ആവശ്യമില്ല. അത് 1982 ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ അദ്ദേഹം പൂർവ്വകാല പ്രാബല്യത്തോടെ വീക്ഷണത്തിന്റെ എക്സംഷൻ പിൻവലിച്ചു. അങ്ങനെ വീക്ഷണത്തിന് വലിയൊരു ബാധ്യത വന്നു. കാരണം ഈ എക്സംഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ESIയുടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും രണ്ടും, അതുകൂടാതെ അതിൻ്റെ വലിയ പലിശ, അതുകൂടാതെ ഡാമേജസും എല്ലാം കൂടി ചേർത്ത് മുതലാളി, അതായത് തൊഴിലുടമ, അതായത് വീക്ഷണം അടക്കണവർ, ഇത് അടക്കാൻ നിവൃത്തിയില്ലാതെ വീക്ഷണത്തിന് അല്ലെങ്കിൽ തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയാണ്. ഇതുകൂടി പറഞ്ഞപ്പോൾ കുരുമ ഗുരു എന്ന് പറഞ്ഞ അവസ്ഥയിലായി. വീക്ഷണം പൂട്ടിപ്പോയേക്കാം എന്ന നിലനിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ വീക്ഷണത്തിന് വേണ്ടിയിട്ട് അത് സർക്കാർ ഉത്തരവിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടിയിരുന്നു. വീക്ഷണം നടത്തുന്ന ആളുകൾ ബുദ്ധിമാന്മാരായതുകൊണ്ട് ആ സമയത്ത് അത് ചെയ്തില്ല. ESIയിൽ നിന്ന് പിന്നെ കോൺട്രിബ്യൂഷൻ വന്നപ്പോഴാണ് ഇവരിക്കൊരു സംഭവം അറിയുന്നത്. ആ നോട്ടീസ് വന്നപ്പോൾ അതുമായിട്ട് അന്ന് ആലപ്പുഴ EI കോടതിയെ സമീപിച്ചു, എംപ്ലോയീസ് ഇൻഷുറൻസ് കോർട്ട്. അപ്പോൾ എൻ്റെ ഗുരുനാഥനായിരുന്ന അഡ്വക്കേറ്റ് PV എബ്രഹാമാണ് അന്ന് വീക്ഷണത്തിന് വേണ്ടി കേസ് നടത്തിയത്. ഈ കേസ് വിധിയാവുന്ന സമയമാകുമ്പോഴത്തേക്കും ഇദ്ദേഹം ഇതേ കോടതിയിൽ ജഡ്ജിയായിട്ടു. EI കോർട്ടിൻ്റെ ഇടുക്കിയിൽ പുതിയ കോടതി തുടങ്ങി, അവിടെ അദ്ദേഹത്തെ നിയമിച്ചു. അപ്പോൾ പിന്നീട് ആ കേസ് നടത്തേണ്ട ചരിത്രപരമായ ഉത്തരവാദിത്വം ഇരിക്കുക ഹൈക്കോടതിയിൽ ESIക്കാർ. അപ്പോൾ ഈ ആലപ്പുഴ ട്രിബ്യൂണൽ അദ്ദേഹം മാർക്സിസ്റ്റുകാരുടെ അനുഭവമുള്ള ആളായിരുന്നെങ്കിൽ പോലും ഇത് വലിയ അനീതിയാണ് എന്ന് അദ്ദേഹം വിധിച്ചു. അങ്ങനെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിൽ ഇവർ ഒഴിവായി. ആ വിധി നിയമപരമായിട്ട് നിലനിൽക്കാത്ത ഒന്നായിരുന്നു. കാരണം അങ്ങനെ ഒരു വിധി കൽപ്പിക്കാനായിട്ട് EI കോടതിക്ക് അധികാരമില്ല. അതിൻ്റെ പുറത്ത് ESI കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു, ഫസ്റ്റ് അപ്പീൽ. ഈ ഫസ്റ്റ് അപ്പീലുമായിട്ട് കോടതിയിൽ പോയത് ഞാനാണ്. BSIക്ക് വേണ്ടിയിട്ട് സന്ദേശ് രാജ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകനാണ് ഹാജരാകും. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിരുന്ന CS രാജന്റെ മകനാണ്. ഈ കേസുമായിട്ട് ആദ്യം ജസ്റ്റിസ് കൃഷ്ണൻ നായരുടെ അടുത്ത് പോയി. വാദം മുഴുവൻ കേട്ട് കൃഷ്ണൻ നായർക്ക് ESI ആക്ടിനെ പറ്റി പറയത്തക്ക ഗ്രാഹ്യമൊന്നുമില്ല. പുള്ളി ന്യൂട്രൽ അത് മാറ്റി. അത് കഴിഞ്ഞ് ജസ്റ്റിസ് PR രാമൻ്റെ അടുത്ത് പോയി. അപ്പോൾ രാമൻ സാറിന് ESI ആക്ട് നന്നായിട്ട് അറിയാം. പുള്ളി നോക്കിയപ്പോൾ ഇത് എങ്ങനെ പിടിച്ചാലും പുലിവാലം. അദ്ദേഹം ഇത് ന്യൂട്രലിലും മാറ്റി. അങ്ങനെ ഞാനും സന്ദേശവും എങ്ങുമല്ലാത്ത അവസ്ഥയാണ്. ഞങ്ങളിതുമായിട്ട് പിന്നീട് കുറച്ചു കാലം കൂടി കൊണ്ടു നടന്നു. അത് ഇപ്പോൾ ജസ്റ്റിസ് A. ലക്ഷ്മിക്കുട്ടിയുടെ അടുത്ത് പോയി. ശ്രീമതി ലക്ഷ്മിക്കുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചു. അവരുടെ അടുത്ത് വാദിച്ചു. പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായി, ഇവർക്ക് ESI ആക്ടിനെ പറ്റി പറയത്തക്ക ഗ്രാഹ്യമൊന്നുമില്ല. ശരിയെന്ന് പറഞ്ഞു. തലയിട്ട് ആട്ടി വിധി എഴുതാൻ കൊണ്ടുപോയി. പിറ്റേ ദിവസം വിധി പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞ വിധി പ്രകാരം സർക്കാരിനോട് പുനഃപരിശോധിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വിധി പാസ്സാക്കാനായിട്ട് സത്യം പറഞ്ഞ ഹൈക്കോടതിക്ക് അധികാരമില്ല, പ്രത്യേകിച്ച് ഫസ്റ്റ് അപ്പീൽ. ഫസ്റ്റ് അപ്പീലിൽ കീഴ്ക്കോടതി വിധി ശരിയോ തെറ്റോ എന്ന് നോക്കേണ്ട ആവശ്യമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ശ്രീമതി ജസ്റ്റിസ് ലക്ഷ്മിക്കുട്ടി ഇത് സർക്കാരിലേക്ക് തിരിച്ചയച്ചു. ഞാനങ്ങ് പുലിവാലയില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും വീക്ഷണം പൊട്ടിപ്പോയി. വീക്ഷണമില്ല. ഇത് കേസ് ഏൽപ്പിച്ചത് PC ചാക്കോയാണ്. ചാക്കോ തന്നെ കോൺഗ്രസിൽ നിന്ന് നേതൃത്വമായിട്ട് അകന്ന് നിൽക്കുക. ചാക്കോയുടെ ശ്രദ്ധപ്പെടുത്തി. ചാക്കോ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, വിരിപ്പാർപ്പ് തെന്നല ബാലകൃഷ്ണന്മാർക്ക് അയച്ചു കൊടുത്താൽ പുള്ളി എന്തെങ്കിലും ചെയ്യട്ടെ. അങ്ങനെ ഇതിൻ്റെ വിരിപ്പാർപ്പ് എടുത്ത് ഒരു കത്ത് സഹിതം തെന്നല ബാലകൃഷ്ണപിള്ള സാറിന് അയച്ചു. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. വീക്ഷണമായതുകൊണ്ട് സർക്കാരിലൊന്നും ഹാജരായി കാണാൻ സാധ്യതയില്ല. ബാധ്യത അവരുടെ പെടലേക്ക് തന്നെ വന്നു കാണും എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ എത്ര ഉത്തരവാദിത്വം ഇല്ലാതെ എനിക്ക് പത്രം നടത്തിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി കണ്ടു. ഏതായാലും ഇപ്പോൾ അത്ര മോശമല്ല വീക്ഷണത്തിൻ്റെ സ്ഥിതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജെയ്സൺ ജോസഫാണ് വീക്ഷണത്തിൻ്റെ ഇപ്പോഴത്തെ പത്രാധിപൻ. അദ്ദേഹം തന്നെയാണ് എൻ്റെ പ്രധാന ഉത്തരവാദി എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും 50 തികഞ്ഞ വീക്ഷണത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇനിയെങ്കിലും
ESI കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിലെങ്കിലും കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം അവർ പ്രകടിപ്പിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആ വീക്ഷണം ഇനിയും ഒരുപാട് കാലം പ്രസിദ്ധീകരണം തുടരട്ടെ. പ്രത്യേകിച്ചും കോൺഗ്രസ് സർക്കാർ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ വരിക്കാരുടെ എണ്ണം കൂടട്ടെ, വായനക്കാരുടെ എണ്ണം കൂടട്ടെ. മലയാളത്തിലെ അച്ചടി പത്രങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്ന കാലമാണ്. ഈ പ്രതിസന്ധിക്കിടയിലും വീക്ഷണം ഒരു വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.